ഇന്ന് മോർണിംഗ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എണീക്കുന്നത് വന്നിട്ട് ഒരു ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടിട്ടാണ്. ആ പോസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് മഴയെ പറ്റിയിട്ടൊരു പാട്ടൊക്കെ ഇട്ട് ഒരു വൻ പോസ്റ്റൊക്കെ കണ്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്രാവശ്യത്തെ മഴ അത്രയ്ക്ക് രസമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഞാൻ ഈ മഴ തുടങ്ങിയ സമയത്ത് ഒരു ദിവസം നൈറ്റ് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ എൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു മരം മുറിഞ്ഞ് വീഴുണ്ടായി. അത് വീണതാണെങ്കിൽ എൻ്റെ മുന്നിൽ വന്നിരുന്ന ഒരു സ്കൂട്ടറിൻ്റെ മുകളിലൂടെ. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ വരുന്ന വഴിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലയിടത്തായിട്ട് മരങ്ങൾ ഇങ്ങനെ മുറിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അതല്ലാതെ ഫ്ലക്സ് വീണ് കിടക്കുന്നു, ഷീറ്റൊക്കെ വീണ് പോകുന്നതായിട്ടൊക്കെ പലരും പറയുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തെങ്ങ് തന്നെ മുറിഞ്ഞ് കിടക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഏത് മരം എവിടെ വെച്ചിട്ട് മുറിഞ്ഞ് വീഴുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ പേടിയാവും. ഞാൻ റോഡിൽ ട്രാവൽ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പലയിടത്തും വെള്ളക്കെട്ട്. ഇതിൻ്റെ ഇടയിൽ ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ അല്ലാതെ പല ബിൽഡിങ്ങും ചോരുന്നതായിട്ടൊക്കെ പറയപ്പെടുന്നു. പിന്നെ അതല്ലാതെ മഴക്കാലമായതുകൊണ്ട് തന്നെ ഡെങ്കു, ചിക്കുൻ ഗുനിയ, എലിപ്പനി ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ വരാനൊക്കെയുള്ള റിസ്ക് കൂടുതലല്ലേ ഈ സമയത്ത്. പിന്നെ ഡ്രൈവ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രോബ്ലം. മഴയുടെ സമയം ആയതുകൊണ്ട് തന്നെ വിഷനൊന്നും അത്ര പ്രോപ്പർ ആവുന്നില്ല. പുറത്ത് പോകുന്നതിന് തന്നെ ഒരു മടി തോന്നുന്നു. ലൈക്ക് ഇപ്പോൾ പോയി എങ്ങനെയെങ്കിലും വർക്കിന് പോവുക, തിരിച്ച് വീട്ടിൽ വരിക, അങ്ങനെ ഇരിക്കാനേ ഫീൽ ചെയ്യുന്നുള്ളൂ. ലൈക്ക് പുറത്ത് അങ്ങനെ കറങ്ങാനൊന്നും പോകാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് പോലും വരുന്നില്ല. ബിക്കോസ് ഈ മഴയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അതിനൊരു ഇൻഹിബിഷൻ തോന്നുന്നു. പിന്നെ പവർ കട്ട്സ് ഒരു വിഷയമാണ്. വഴിയിലൊക്കെ നടക്കുന്ന സമയത്ത് തറയൊക്കെ അത്യാവശ്യം സ്ലിപ്പറിയാണ്, അങ്ങനെയുള്ള സിറ്റുവേഷൻ. പിന്നെ അൾട്ടിമേറ്റ് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് വാഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സെറ്റ് ഓഫ് ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും നാളായിട്ട് അത് ഉണങ്ങിയിട്ടില്ല. അത് ഉണങ്ങിയിട്ട് വേണം ഇനി അത് മാറ്റിയിട്ട് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡ്രസ്സ് വാഷ് ചെയ്യാൻ. അപ്പോൾ അതിനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. പിന്നെ ഞാൻ ന്യൂസിൽ നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലേഴ്സൊക്കെ അധികം കേരളയിലോട്ട് സന്ദർശിക്കാതിരിക്കാൻ നോക്കുക. ബിക്കോസ് ഇവിടെ ലാൻഡ് സ്ലൈഡ്സ് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മഴ അങ്ങനെ ആസ്വദിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ മഴ അത്ര രസമുള്ളതായിട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചൂടായിരുന്ന സമയത്ത് ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടായേനെന്ന് ഞാനും വിചാരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയതുപോലൊരു ഫീലിംഗ്. എല്ലാം ഒരു നോർമൽ രീതിയിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേനെന്ന് കൈൻഡ് ഓഫ് ഫീലിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മഴ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? അതോ എന്നെപ്പോലെ തന്നെ അത്ര രസമായിട്ട് തോന്നാത്തവരും ഉണ്ടോ?